അമ്മേ, എന്റെ മകൾ അവളുടെ പ്രായത്തിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്റെ ഡിസിഷൻ കാരണം അവൾ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. പ്ലീസ്, നീ കൂടെ തന്നെ ഉണ്ടാവണേ അമ്മേ. ആന്റി, 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 ആന്റി. ആന്റി ഇപ്പൊ നല്ല ഉറക്കത്തിലാണല്ലോ. ഞാൻ സീതമ്മ അടുത്തേക്ക് പോയിക്കോളാം. അപ്പാ, എത്ര സ്റ്റെപ്പ് കയറിയിട്ടും അമ്പലത്തിൽ എത്തുന്നില്ലല്ലോ. സീത, ഇവിടെ അടുത്ത് തന്നെ ആഞ്ജനേയ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോവാം. ആ ശരി ചേച്ചി, വാ. അതെ, എല്ലാരും ഒന്ന് വന്നേ, ഒരു സെൽഫി എടുക്കാം. ചേച്ചി, വാ സീത, ഒരു സെൽഫി എടുക്കാം. നിങ്ങൾ എടുത്തോളൂ. സിഹി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വാ. എടുത്തി എടുത്തി. അയ്യോ, എന്താ പ്രശ്നം? ആ സീതേ, നീ ദർശനമൊക്കെ കഴിഞ്ഞു വന്നോ? എന്തൊരു ചൂടായി ഇവിടെ, ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എടുത്തി, സിഹി എവിടെ? ഇവിടെ എവിടെങ്കിലും കാണും. അവൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. സിഹി, സിഹി, നീ എന്താ ഇവിടെ ഒളിച്ചു കളിക്കുവാണോ? സിഹി, ഞാൻ ദേ ഇപ്പൊ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇത് എവിടെ പോയി? എടുത്തി, സിഹി എവിടെയും കാണുന്നില്ല. ആ, നിന്റെ മോൾ എവിടെങ്കിലും അടങ്ങിയിരിക്കോ? അവൾ എവിടെങ്കിലും കാണും. നീ എല്ലായിടത്തും ഒന്ന് നന്നായി നോക്ക്. പറഞ്ഞ ഒരക്ഷരം ആ പെണ്ണ് കേക്കില്ല. പോയി അങ്ങോട്ട് പോയി നോക്ക്. സിഹി, സിഹി, എടുത്തി, അവൾ ഇവിടെ എവിടെയില്ല. എന്താ, കാണുന്നില്ലേ? അയ്യോ, എന്റെ കൊച്ച്, അത് എവിടെ പോയി? ചേച്ചി, ഞാൻ മോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അവൾ അവിടെ എവിടെ ഇല്ലായിരുന്നു. ആണോ? ഇവിടെ ഇരിക്കുവായിരുന്നു അവള്. ക്ഷീണം തോന്നിയപ്പോ വെറുതെ ഒരു മിനിറ്റ് കണ്ണടച്ചതാ. ശരി, ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ. ആ ശരി. സിഹി, സിഹി, സിഹി.
ഇതെന്റെ മകളാ. അയ്യോ, എന്ത് പറ്റി? ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇങ്ങോട്ടൊന്നും വന്നില്ല ചേച്ചി. അവൾ ഇങ്ങോട്ടാ സാർ വന്നത്. നിങ്ങൾ ഒന്നും കൂടെ നോക്കി, ശ്രദ്ധിച്ചു നോക്കി. കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണ്ടേ ചേച്ചി? മിനിഞ്ഞാന്ന് ഒരു കുട്ടീനെ മിസ്സായത് ആ കൊക്ക വീണ്. മക്കളെയൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ ചേച്ചി? എല്ലായിടത്തും ഞാൻ തിരഞ്ഞു. ഇവിടെ എവിടെ എന്റെ സീതമ്മയില്ല. ചിലപ്പോ താഴത്തേക്ക് പോയിട്ടുണ്ടോ? ഞാൻ അവിടെ പോയി നോക്കട്ടെ. അയ്യോ, ഈ പെണ്ണിതെങ്ങോട്ടാ പോയത്? അവളെ എങ്ങാനും കളഞ്ഞു പോയാ എല്ലാരും കൂടെ അത് എന്റെ തലയിൽ തന്നെ ഇടും. ഓ, നാശം പിടിക്കാൻ. എങ്ങോട്ടാ ഇത് പോയത്? ഭഗവാനെ, എന്തെങ്കിലും ചെയ്താ കൊച്ചിനെ ഒന്ന് കാണിച്ചതാ. എടി സുലോചനെ, സിഹിയും സീതി ഇറങ്ങിയില്ലേ? വാ പോവാ. എങ്ങനെ പോവാനാ? ഒരു മിനിറ്റ് ക്ഷീണം തോന്നിയപ്പോ ഒന്ന് കണ്ണടച്ചതാ. ആ സിഹിയെ കാണാനില്ലെന്ന്. എവിടെയോ പോയി. ഓ, അവള് നിർത്തിയ നിൽക്കയില്ല, ഇരുത്തിയ ഇരിക്കയില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യാനാ? ചേച്ചി, നിങ്ങൾ നോക്ക്. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, ഡ്രൈവർ ഏട്ടാ, ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നില്ലേ, സിഹി മോള്? അവളെങ്ങാനും അങ്ങോട്ട് വന്നോ? ഇങ്ങോട്ടൊരു വന്നില്ല ചേച്ചി. അല്ലെങ്കിൽ സമയം കുറെ വൈകി. നിങ്ങളിത് എവിടെയാ? ഒന്ന് വേഗം വരുന്നുണ്ടോ? പോണ്ടേ? ഇത് വലിയ കഷ്ടമായല്ലോ. അവിടെ നിക്ക്, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. വാ, ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്കൊന്ന് തെരഞ്ഞിട്ട് വരാം. എവിടെയെന്ന് വെച്ചാ നോക്കുന്നേ. ക്ഷീണം തോന്നിയപ്പോ ആ പടിക്കെട്ടിലിരുന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചു പോയതാ. അപ്പോഴേക്കും കണ്ടില്ല. പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോടെ കൊച്ചിന്. ഇന്നിനി അവളെ എങ്ങാനും കിട്ടിയില്ലെങ്കിൽ എന്നെ എല്ലാരും കുറ്റം പറയുള്ളൂ, അറിയോ? ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് നോക്കാം എല്ലായിടത്തും. അയ്യോ, ഒന്ന് വേഗമാ. അവൾ എവിടെ പോയി? സിഹിമോളെ, ചേച്ചി, രണ്ടുപേരൊന്ന് അവിടെ നോക്ക്. രണ്ടുപേരും ഇങ്ങോട്ടും ചെല്ലേ. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. ആ ആ വാട്ട്സ് അപ്ഡേറ്റ്സ് ഗൈസ്? എന്ത് വന്നാലും അറ്റ് എനി കോസ്റ്റ് ഇതിന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഡെഡ് ലൈൻ വളരെ അടുത്താണ്. യെസ് പ്ലീസ്. ഗുഡ് ജോബ് ഗൈസ്. കീപ് ദാറ്റ് ഗോയിങ്. താങ്ക് യു. സീതയുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ഇല്ല. അല്ല, അറ്റ്ലീസ്റ്റ് ദർശനം ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ ഒരു അപ്ഡേറ്റ്സ് പോലും ഇല്ല. ഇടയ്ക്ക് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഇവക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലേ? അതോ അവൾ അവിടെ ദർശനം പൂജ എന്നൊക്കെ പറഞ്ഞ് ബിസി ആയിരിക്കോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റാം, പ്ലീസ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, പ്ലീസ്. സീത എന്തിനാ കോള് കെട്ടിയുന്നത്? അവൾ ഇങ്ങോട്ടാണെങ്കിൽ കോൾ ചെയ്യില്ല. ഞാനിനി അങ്ങോട്ട് വിളിച്ചാൽ സംസാരിക്കാനുള്ള സമയം പോലും ഇല്ല അല്ലേ? സിഹി, സിഹി, സീതയുടെ ഹാർട്ട് റേറ്റ് എന്താ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ യൂഷ്വലി ഹാർട്ട് റേറ്റ് കൂടുന്നത് സാധാരണയാണ്. ചിലപ്പോൾ അതുകൊണ്ടാവും. ഓ, സംതിങ് റോങ് വിത്ത് സീത. കാര്യം എന്തായിരിക്കും? ലെറ്റ് മീ ചെക്ക്. ഹായ് സീത, ഓൾ ഓക്കെ? ഓ ഗോഡ്, ഈ
എപ്പോഴും ഇങ്ങനെയാ. അല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ, അവൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളും. എന്താ അവിടെ ഇപ്പൊ പ്രശ്നം? എടാ മോനെ, അവരിങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ആരും വന്നില്ല ചേച്ചി. എനിക്കാണെങ്കിൽ കോള് വരുന്നുണ്ട്. എത്ര നേരമായി പറയുന്നു, നമുക്ക് തിരിച്ചു പോണ്ടേ? അയ്യോ, വന്നിട്ടില്ലെന്ന്. ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എടുത്തി. ഹലോ സീതേ. സിഹയെ കണ്ടായിരുന്നോ? എങ്ങും കണ്ടില്ല സീതേ. ഞങ്ങളെല്ലാരും താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ അവളെ നോക്കി, എങ്ങും കണ്ടില്ല. ഓഫീസിലും പോയി നോക്കിയിരുന്നു, അവരും കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ സീതേ, ഈ ഡ്രൈവർ ഉണ്ടല്ലോ, അവർക്ക് വീട്ടിൽ പോയിട്ട് എന്തോ സീരിയസ് കാര്യമുണ്ടെന്ന്. അർജന്റാ, ഇപ്പൊ തന്നെ പോണമെന്നാ പറയുന്നേ. എങ്കിലും അവനെ പറഞ്ഞയച്ചാലോ? എടുത്തി, എന്നാ നിങ്ങൾ പൊക്കോ, ഞാൻ സിഹയെ കൂട്ടി അങ്ങ് വന്നോളാം. അയ്യോ, അതെങ്ങനെയാ സീത? നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങളൊക്കെ എങ്ങനെ പോവും? അത് കുഴപ്പമില്ല എടുത്തി, അവരാരും എന്നെ കാത്തിരുന്ന് മുഷിയണ്ട. നിങ്ങൾ പോയിക്കോ. ശരി, ആയിക്കോട്ടെ സീതേ. സിഹിയെ കിട്ടിയില്ലല്ലോ, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവരങ്ങനെയാ പറഞ്ഞേ. കേട്ടോ? വിളിക്കണേ, ഞങ്ങളൊന്ന് പോവാൻ നോക്കട്ടെ. ശ്രദ്ധിക്കണേ. ശരി എടുത്തി. ശരി. സീതയെ സിഹിയും കൊണ്ട് വന്നോളും. നമ്മളോട് പോവാൻ പറഞ്ഞു. എന്നാ ശരി, വാ പോവാം. സിഹയെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ എവിടെ അന്വേഷിക്കുക? എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ലല്ലോ. മോളെ, എവിടെയാ നീ ഉള്ളത്? എന്റെ ലൈഫിൽ ഞാൻ പുതിയൊരു സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. ഈ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. അതിന് നിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കണം. ഭഗവാനെ, ഞാൻ എടുത്ത ഡിസിഷൻ ശരിയോ തെറ്റോ എന്നറിയാൻ ഒരു ക്ലൂ അല്ലേ ചോദിച്ചത്? ഇതാണോ നീ തരുന്ന ക്ലൂ? എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ സിഹ എന്റെ കൂടെ ഉണ്ടാവില്ലേ? എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. എവിടെയാണെങ്കിലും ശരി, എന്റെ മോളെ എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. ഇനി അഥവാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവൾ എന്നെ തിരക്കി മോളിലേക്ക് പോയെങ്കിലോ? അങ്ങോട്ട് പോയി നോക്കാം. സിഹ ഉറപ്പായും ചിലപ്പോ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അവളും വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതല്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന തിരക്കിനിടയിൽ അവള് ശ്രദ്ധിക്കാതാവും. എല്ലായിടത്തും തെരഞ്ഞല്ലോ, സിഹ എവിടെയും കാണുന്നില്ല.
എന്തിനാ ഭഗവാൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ എപ്പോഴും നിന്നോട് സിഹിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവൾ എന്നെ അകറ്റുന്നത് എന്തിനാ? സിഹി എവിടെയാ എന്താന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നതേ ഇല്ലല്ലോ. അവള് കല്യാണിയുടെ അടുത്തായിരിക്കോ? ഒന്ന് പോയി നോക്കാം. എന്താണ് അമ്പലത്തിൽ വന്ന് കരയുന്നത്? എന്താ മോൾക്ക് എന്താ അമ്മയെ വിളിച്ചു നോക്കണോ? നമ്പർ അറിയാവോ? അങ്കിൾ, എനിക്ക് ഒരു നമ്പറും അറിയില്ല. ഞാൻ വന്ന വണ്ടി ഇവിടെ കാണാനില്ല. എനിക്ക് സീതമ്മയെ കാണണം ചേട്ടാ. നീ വന്ന വണ്ടി ഇവിടെ ഇല്ലേ? എന്നാ അവരൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാ സീതമ്മ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയെന്നാണോ? സികുട്ട, സീമോളെ, നീ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? സീതമ്മ എവിടെ? സീതമ്മയെ കാണാനില്ല. സീതമ്മയെ കാണാനില്ലേ? അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നോ? നിങ്ങളാരാ സാർ? ഓ, ഞാൻ ഇവളുടെ അച്ഛനാ. താങ്ക്സ്. ഫ്രണ്ട്, നീ എങ്ങനെയാ അറിഞ്ഞത് എന്നെ കാണാതെ പോയ കാര്യം? സീതമ്മ എന്തോ പ്രശ്നത്തിനുള്ളതെന്ന് മനസ്സിലായി. അതാ ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. സീതമ്മ എങ്ങോട്ട് പോയി മോളെ? അത് എനിക്കും അറിയില്ല ഫ്രണ്ട്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഫ്രണ്ട്, നീ എന്തെങ്കിലും മാജിക് കാണിച്ച് സീതമ്മയെ തിരിച്ചു കൊണ്ടുവരോ ഫ്രണ്ട്? മോളെ, നീ കരയണ്ട കേട്ടോ. സീതമ്മയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. The person you're calling is not answering. Please try later. നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത് മോളെ. നീ വെറുതെ ടെൻഷൻ അടിക്കില്ല കേട്ടോ. ഞാൻ ഇവിടെ എത്തിയില്ലേ, നമുക്ക് രണ്ടുപേർക്കൂടെ സീതമ്മയെ നോക്കാം. ഓക്കെ, ഡോണ്ട് വറി. ഓക്കേ ഫ്രണ്ട്. ഓക്കെ, കരയണ്ട കേട്ടോ. സോറി ഫ്രണ്ട്. എന്തിന്? ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചില്ലേ, അതിനാ. നീ വളരെ നല്ലവനാ. എനിക്ക് സീതമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ വിടില്ല. ഐ ലവ് യു സോ I മച്ച്. love you too, ചക്കരേ. സീതമ്മ അറിഞ്ഞോ ഫ്രണ്ട് വന്ന നല്ല മുറുക്കി ഒരു ഹഗ് ചെയ്യണോന്ന്? കാരണം ഫ്രണ്ട് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. നിനക്ക് വിഷമായില്ലല്ലോ ഫ്രണ്ട്? ഇപ്പോ നമുക്ക് ആരോടാണോ കൂടുതൽ സ്നേഹമുള്ളത് അവരോടായിരിക്കും കൂടുതൽ ദേഷ്യം കാണിക്കുക. സോ ഐ ലവ് യുവർ ദേഷ്യം ഓൾസോ. കരയണ്ട, ആദ്യം നമുക്ക് സീതമ്മയെ നോക്കാം. ഓക്കെ, വാ. ഞാൻ കണ്ട സ്വപ്നങ്ങൾ സത്യമാവുകയാണോ? രാമിനെ ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞേക്കാം, അവൻ ഹെൽപ്പ് ചെയ്തോളൂ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. നേരത്തെ എന്നെ റാം കോൾ ചെയ്തപ്പോ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ മതിയായിരുന്നു. സിഹി, നീ എങ്ങോട്ടാ പോയത്? സിഹിയെ തിരയാൻ ഇനി സ്ഥലം ഒന്നും ബാക്കിയില്ല ഇവിടെ. ഇനി എവിടെ പോയി നോക്കാനാ ഞാൻ? എന്തിനാ ഭഗവാനെ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവളില്ലെങ്കിൽ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ടെൻഷൻ ആവണ്ട കേട്ടോ, സീതമ്മ ഇപ്പൊ തന്നെ കിട്ടും കേട്ടോ. സൂക്ഷിച്ച്.
പോയത്. ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയോ നിനക്ക്? നീ എന്നെ വിട്ട് എങ്ങോട്ടാ പോയത് സീതമ്മ? ഞാൻ എല്ലായിടത്തും നിന്നെ എത്ര പ്രാവശ്യം നോക്കിയെന്നോ? നിന്നോട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. അവിടെ എന്തിനാ നീ പോയത്? ശരി, സാരമില്ല, നിന്നെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. ഇപ്പോഴെനിക്ക് ശ്വാസം വീണ്. ഫ്രണ്ട്, സീതമ്മയെ കിട്ടിയല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സീതമ്മ എങ്ങും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. റാം, സിഹി നിനക്ക് എവിടുന്നാ കിട്ടിയത്? നീ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. അതല്ല, വാച്ചിൽ നിന്റെ ഹാർട്ട് റേറ്റ് കൂടുന്നത് ഞാൻ കണ്ടു. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ നല്ല ടെൻഷനാണെന്ന് എനിക്ക് തോന്നി. പേടിച്ചൊരു വരവ് വന്ന അപ്പോഴത്തേക്കും നിന്നെ കിട്ടി. ആരോടെങ്കിലും പറഞ്ഞ ഇതൊക്കെ വിശ്വസിക്കേയില്ല. ഇതാ പറയുന്നത് സോൾ കണക്ഷൻ എന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ അവ സോൾസ് ആർ കണക്റ്റഡ് എന്ന്. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. സീതാരാമ, ഓ സീതാരാമ.